ഓൾ വെൽക്കം ടു പച്ചവെള്ളം ലേണിംഗ് ആപ്പ്. ഞാൻ നീതു ജയേഷ്. നമ്മൾ ഇന്ന് കാണുന്നത് രാസപ്രവർത്തനം അഥവാ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. എന്താണ് രാസപ്രവർത്തനം അഥവാ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? രാസപ്രവർത്തനം നിത്യജീവിതത്തിൽ പദാർത്ഥങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി മാറ്റങ്ങൾ നാം നിത്യേന കാണാറുണ്ട്. അതായത് നമ്മൾ പാലിപ്പോൾ വെച്ച് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ അത് പുളിക്കുന്നു, കെമിക്കൽ റിയാക്ഷൻ ആണ്. അതുപോലെ ജലം തിളയ്ക്കുമ്പോൾ നീരാവിയാകുന്നു. അപ്പൊ നീരാവി തണുത്ത് വീണ്ടും ജലമായി തീരുന്നു. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? രാസപ്രവർത്തനത്തിന് ഉദാഹരണങ്ങളാണ്. ഈ മേൽ പറഞ്ഞ മാറ്റങ്ങളിൽ ജലത്തിന് അതിന്റെ ഭൗതിക രൂപത്തിന് മാത്രമേ ഇപ്പൊ പറയാണ് ജലം തിളയ്ക്കുമ്പോൾ നീരാവിയാകുന്നു, ഈ നീരാവി തണുത്ത് വീണ്ടും ജലമാകുന്നു. ജലത്തെ വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതിൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞതില് ജലത്തിന് അതിന്റെ ഭൗതിക രൂപത്തിന് അതുപോലെ ഫിസിക്കൽ ഫോമിൽ മാത്രമാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളൂ. അതായത് അതിലെ കണ്ടന്റ് എല്ലാം H2O തന്നെയാണ്. അതായത് ജലം എന്ന് പറയുന്നത് വാട്ടർ എങ്ങനെയാണ് നമ്മൾ എഴുതുക? H2O എന്നാണ് നമ്മൾ എഴുതുക. H2O. അതായത് ഒരു വാട്ടർ മോളിക്യൂളില് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്. ഈ വാട്ടർ മോളിക്യൂളിനെ നമ്മൾ സോളിഡ് ആയിട്ട്, അതായത് ഐസ് ആയിട്ട് ഇരുന്നാലും ഇതിനകത്ത് H2O തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇത് സോളിഡ് ഫോമിലായിരിക്കും. അതായത് ഇതിന്റെ ഫിസിക്കൽ ഫോമിലാണ് ചേഞ്ച് വരുന്നത്. ഇതിനെ ലിക്വിഡ് വാട്ടറാക്കി, സോളിഡ് വാട്ടറാക്കി, ഐസിനെ വാട്ടറാക്കി കഴിയുമ്പോഴും ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് H2O തന്നെയാണ്. പക്ഷേ ഇതിന്റെ ലിക്വിഡ് ഫോമിലാണ് ഇത് വരിക. ഇതിന് നീരാവിയായി കഴിയുമ്പോൾ അത് ഗേഷ്യസ് ഫോമിലാണ്. ബട്ട് അന്നേരവും ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, വാട്ടർ മോളിക്യൂളിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് H2O തന്നെയാണ്. അതായത് ഇതിന് മോളിക്യൂളിനൊന്നും വ്യത്യാസം വരുന്നില്ല, പക്ഷെ ഇതിന്റെ ഭൗതിക രൂപത്തിന് മാത്രമാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളൂ. ഈ രീതിയിൽ വസ്തുവിന്റെ ഭൗതിക രൂപത്തിന് മാത്രം ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ. പുറമെ അതിൻ്റെ ഭൗതികമായ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കണ്ടന്റ്, അതായത് മോളിക്യൂൾസിലുള്ള കണ്ടന്റിൽ വേരിയേഷൻ ഒന്നും ഇല്ലെങ്കിൽ അത്തരം മാറ്റങ്ങളെ ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നു. ഈ ഭൗതിക മാറ്റത്തിൽ പദാർത്ഥത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. അവസ്ഥ എന്ന് പറഞ്ഞപ്പം സോളിഡ് ആയിരിക്കുന്ന ലിക്വിഡ് ആയിരിക്കുന്നത് ഗ്യാസ് ആയി, അങ്ങനെയുള്ള അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകും. പക്ഷെ തന്മാത്രകൾക്ക്, ഇതിനുള്ളിലുള്ള തന്മാത്ര എന്ന് പറയുമ്പോൾ എന്താണ്? തന്മാത്ര മോളിക്യൂളിനെയാണ് നമ്മൾ തന്മാത്ര എന്ന് പറയുന്നത്. ഇതിന്റെ തന്മാത്ര എപ്പോഴും H2O തന്നെയാണ് വാട്ടറിന്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണെങ്കിലും, സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിലും മോളിക്യൂൾ എന്ന് പറയുന്നത്, അല്ലെ തന്മാത്ര എന്ന് പറയുന്നത് H2O തന്നെയാണ്. അപ്പൊ തന്മാത്രയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഇത്തരം മാറ്റങ്ങൾ പ്രായണ താൽക്കാലികങ്ങളായാൽ ഇവയെ താൽക്കാലിക മാറ്റങ്ങൾ എന്നും പറയാറുണ്ട്. അതായത് തൽക്കാലത്തേക്കാണ്. അത് സോളിഡ് എപ്പോഴും ഐസായിട്ടിരിക്കുമോ? ഇല്ല, അത് വാട്ടർ ആവും, അല്ലെ ലിക്വിഡ് ഫോമിലാവും. അതെന്താവും? ഗേഷ്യസ് ഫോമിലാവും. അത് വീണ്ടും ഘനീഭവിച്ച് വീണ്ടും ലിക്വിഡ് ആവും. അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിനെ താൽക്കാലിക മാറ്റങ്ങൾ എന്നാണ് പറയുക. അപ്പൊ ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഭൗതിക രൂപത്തിന് മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ. തന്മാത്രയ്ക്ക് മാറ്റമൊന്നുമില്ല. അതിൻ്റെ തന്മാത്രയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അതിന് നമ്മൾ ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നു. അപ്പോൾ ഭൗതിക മാറ്റത്തിൽ പദാർത്ഥങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും, പക്ഷെ തന്മാത്രയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഇത്തരം മാറ്റങ്ങൾ പ്രായേണ താൽക്കാലികങ്ങളായാൽ ഇവയെ നമ്മൾ എന്തെന്ന് വിളിക്കും? താൽക്കാലിക മാറ്റങ്ങൾ എന്നും പറയാറുണ്ട്. ഇനി ഒരു വസ്തുവിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? രാസമാറ്റം. അതായത് ഭൗതിക മാറ്റത്തിനോടൊപ്പം അതിനുള്ള തന്മാത്രകൾക്ക് മാറ്റം സംഭവിക്കുമ്പോൾ വസ്തുവിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ, ഒരേ സ്വഭാവം അല്ല വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയാം. അപ്പം പാല് തൈരാകും. പക്ഷെ തൈര് പാലാവോ? ഇല്ല. പാലിൽ നിന്ന് പുതിയൊരു വസ്തുവാണ് ഉണ്ടാകുന്നത്. അതിൽ കണ്ടന്റിൽ വ്യത്യാസമുണ്ട്. പഞ്ചസാര ചൂടാക്കുമ്പോൾ വേറെ ഒരു ഫോമിലേക്ക് പഞ്ചസാര മാറുകയാണ്. ബട്ട് നമുക്കതിനെ തിരിച്ച് പഞ്ചസാരയാക്കാൻ സാധിക്കില്ല. അതുപോലെ കടലാസ് കത്തുമ്പോൾ എന്താണ്? കാർബൺ ആയിട്ട് മാറും. അപ്പൊ അവയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് രാസമാറ്റങ്ങളാണ്.
പിന്നെ അത് പെർമനന്റ് ആണ്, പിന്നെ അത് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള സ്ഥിര സ്വഭാവമുള്ള മാറ്റങ്ങളെ സ്ഥിരമാറ്റങ്ങൾ. മുമ്പ് പറഞ്ഞ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്, ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത് താൽക്കാലികമാണ്, പക്ഷെ ഇവ സ്ഥിരമാറ്റമാണ്. അതുപോലെ ഇതിലെ തന്മാത്രകളുടെ സ്വഭാവവും വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഭൗതിക മാറ്റം എന്ന് പറയുന്നത് താൽക്കാലിക മാറ്റമാണ്. നമുക്ക് കണ്ടല്ലോ, ഐസിനെ നമുക്ക് വെള്ളമാക്കാം, വെള്ളത്തിനെ നമുക്ക് ഐസാക്കാം, അല്ലെങ്കിൽ ഈ വെള്ളത്തിനെ നമുക്ക് നീരാവിയാക്കാം, നീരാവിയെ നമുക്ക് വെള്ളമാക്കാം, അതിന് വീണ്ടും ഐസാക്കാം. ഇങ്ങനെ ഒരു പെർമനന്റ് ആയിട്ടുള്ള മാറ്റമല്ല. അപ്പൊ അത് താൽക്കാലിക മാറ്റമാണ്. പക്ഷെ രാസമാറ്റം, ഒരു പേപ്പർ കത്തിച്ചു കഴിഞ്ഞാൽ പേപ്പർ കത്തി തന്നെ ഇരിക്കും, അത് ബാക്ക് റിവേഴ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. പിന്നെയുള്ളത് പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നില്ല. ഭൗതിക മാറ്റത്തില് പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നില്ല, പക്ഷെ രാസമാറ്റത്തില് പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നു. ഇനി ഭൗതിക മാറ്റത്തിൽ വസ്തുക്കളുടെ ഘടന മാറുന്നില്ല, പക്ഷെ രാസമാറ്റത്തിൽ വസ്തുക്കളുടെ ഘടന മാറുന്നുണ്ട്. അപ്പം പറഞ്ഞല്ലോ, ഭൗതിക മാറ്റത്തിൽ വസ്തുക്കളുടെ ഘടന മാറുന്നില്ല എന്ന് പറഞ്ഞാൽ തന്മാത്രകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല, അതാണ് വസ്തുക്കളുടെ ഘടന മാറുന്നില്ല. ഇവിടെ തന്മാത്രകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു, വസ്തുക്കളുടെ ഘടന മാറുന്നുണ്ട്. പിന്നെ ഭൗതിക മാറ്റത്തിൽ ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക ഗുണങ്ങൾ മാത്രം. ആകൃതി എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ്, പിന്നെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ആ ഫോം, അത് അങ്ങനെയുള്ള ഭൗതിക ഗുണങ്ങൾ മാത്രം മാറുന്നു. പക്ഷെ രാസമാറ്റത്തിൽ അതിന്റെ രാസ സ്വഭാവത്തിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പൊ ഇതാണ് ഭൗതിക മാറ്റവും രാസമാറ്റവും. ഓരോ മാറ്റത്തിനെ നമ്മൾ ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അറിയാനായിട്ട് സാധിക്കണം. ഭൗതിക മാറ്റം എപ്പോഴും താൽക്കാലികമാണ്, രാസമാറ്റം സ്ഥിരമായ മാറ്റമാണ്. ഭൗതിക മാറ്റം പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നില്ല, രാസമാറ്റത്തിൽ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നു. ഭൗതിക മാറ്റത്തിൽ വസ്തുക്കളുടെ ഘടന മാറുന്നില്ല, രാസമാറ്റത്തിൽ വസ്തുക്കളുടെ ഘടന മാറുന്നു. ഭൗതിക മാറ്റത്തിൽ ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക ഗുണങ്ങൾ മാത്രം മാറുന്നു, രാസമാറ്റത്തിൽ രാസ സ്വഭാവത്തിന് മാറ്റം വരുന്നു. ഇനി രാസപ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ, അതായത് എഫക്ട്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതായത് ഒരു രാസമാറ്റം സംഭവിക്കുമ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് പദാർത്ഥങ്ങളുടെ തന്മാത്രകൾ പരസ്പരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഇപ്രകാരം നടക്കുന്ന പ്രവർത്തനങ്ങളെ പ്രതിപ്രവർത്തനം അഥവാ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ, ഒരു രാസമാറ്റം സംഭവിച്ചു. നമുക്കിപ്പോൾ ഭൗതിക മാറ്റവും രാസമാറ്റവും പറഞ്ഞല്ലോ. ഈ രാസമാറ്റം സംഭവിക്കുമ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് പദാർത്ഥങ്ങളുടെ തന്മാത്രകൾ പരസ്പരം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ പാല് തൈരാകുന്ന പ്രോസസ്സ് തന്നെ എടുക്കാം. പാല് തൈരാകുമ്പോൾ ഈ പാലിലുള്ള തന്മാത്രകൾ തമ്മിൽ റിയാക്ഷൻ നടന്ന് രാസമാറ്റം നടന്ന് ആണ് തൈരായി മാറുന്നത്. മനസ്സിലായോ? അപ്പൊ ആദ്യം ഉണ്ടായിരിക്കുന്ന പദാർത്ഥങ്ങളുടെ തന്മാത്രകൾ പരസ്പരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പുതിയ ഒരു പദാർത്ഥം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രതിപ്രവർത്തനം അഥവാ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ രാസപ്രവർത്തനം എന്ന് വിളിക്കും. രാസപ്രവർത്തനം, പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ രാസമാറ്റത്തിലാണ് നമുക്ക് രാസപ്രവർത്തനം സംഭവിക്കുന്നത്. ഭൗതിക മാറ്റത്തിൽ രാസമാറ്റം സംഭവിക്കുന്നില്ല. രാസമാറ്റത്തില് എന്ത് സംഭവിക്കുന്നു? ഒരു വസ്തുവിലുള്ള തന്മാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻസ് നടക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയുള്ള പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് രാസപ്രവർത്തനം അഥവാ കെമിക്കൽ റിയാക്ഷൻസ്. പിന്നെ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഊർജം ആഗിരണം ചെയ്യപ്പെടുകയോ വിസർജിക്കപ്പെടുകയോ ചെയ്യും. ഇപ്പോൾ അതായത് നമുക്കിപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ, ഏതെങ്കിലും ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഒന്നെങ്കിൽ ഊർജം, അതായത് എനർജിയെ അബ്സോർബ് ചെയ്യുകയോ ആഗിരണം ചെയ്യുക എന്നുള്ളതാണ്. അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യാം. ഒന്നെങ്കിൽ ഈ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന പദാർത്ഥം എന്ത് ചെയ്യും? എനർജി അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? എനർജി എമിറ്റ് ചെയ്യും. ഈ രാസപ്രവർത്തനം നടക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാമെന്ന് ഓർത്തിരിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, ഒന്നെങ്കിൽ ഈ രാസപ്രവർത്തനം നടക്കുമ്പോൾ ആ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വസ്തു ഊർജം അഥവാ എനർജിയെ ആഗിരണം ചെയ്യുന്നു അഥവാ അബ്സോർബ് ചെയ്യുന്നു. രണ്ടാമതായി സംഭവിക്കുന്നത് ഊർജത്തെ പുറത്തേക്ക് വിടുന്നു, വിസർജിക്കപ്പെടുന്നു, അതായത് എമിറ്റ് ചെയ്യുന്നു. ഒന്നെങ്കിൽ എനർജി, ഇത് ഏതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. ഒന്നെങ്കിൽ ഊർജം ആഗിരണം ചെയ്യും, അല്ലെങ്കിൽ ഊർജം
പുറത്തേക്ക് വിടും. അപ്പൊ ഹൈഡ്രജൻ, മെഴുകുതിരി, ഇന്ധനങ്ങൾ തുടങ്ങിയവ വായുവിലോ ഓക്സിജനിലോ ജ്വലിക്കുമ്പോൾ, ഇപ്പൊ ഹൈഡ്രജൻ ആയിക്കോട്ടെ, മെഴുകുതിരി ആയിക്കോട്ടെ, ഏതെങ്കിലും ഇന്ധനങ്ങളായിക്കോട്ടെ, ഫ്യൂവൽസ് ആയിക്കോട്ടെ, വായുവിലോ ഓക്സിജനിലോ ജ്വലിക്കുമ്പോൾ, വായുവിലാണോ ഓക്സിജനിലോ കത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? താപം കിട്ടുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഹൈഡ്രജൻ കത്തിച്ചു പോട്ടെ, മെഴുകുതിരി കത്തിച്ചു, ഇനി അത് പോട്ടെ, നമ്മളൊരു പേപ്പർ കത്തിച്ചു. പേപ്പർ കത്തിക്കുമ്പോൾ എന്താണ് അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ? നമുക്ക് എന്ത് കിട്ടും? ചൂട് കിട്ടും അതല്ലേ? താപം കിട്ടും. അപ്പോൾ അതുപോലെ നീറ്റ് കക്ക, നമ്മൾ നീറ്റ് കക്കയില്ലേ, നീറ്റ് കക്കയിൽ ജലം ചേർക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? കുമ്മായം ഉണ്ടാകും. കുമ്മായം ഉണ്ടാകുമ്പോൾ ധാരാളം ചൂടും ഉണ്ടാകും, അതായത് താപം സ്വതന്ത്രമാക്കപ്പെടുന്നു. അപ്പം നമുക്ക് ഈ രാസപ്രവർത്തനം നടന്നു, അല്ലെങ്കിൽ ഓക്സിജനിൽ ഹൈഡ്രജൻ, മെഴുകുതിരി അല്ലെങ്കിൽ ഇന്ധനങ്ങൾ, ഫ്യൂവൽസ് ഒക്കെ കത്തുമ്പോൾ നമുക്ക് താപം കിട്ടുന്നുണ്ട്. അപ്പം എന്താണ് ഈ താപം എന്ന് പറയുന്നത്? ഈ ഫോം ഓഫ് എനർജിയാണ്, അല്ലെ ഊർജത്തിന്റെ ഒരു രൂപമാണ് താപം. അപ്പൊ ഈ താപം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്, അതായത് താപം വിസർജിക്കപ്പെടുന്നു, എമിറ്റ് ചെയ്തു. അപ്പൊ ആ രാസപ്രവർത്തനം നടന്നു. ഹൈഡ്രജൻ, മെഴുകുതിരി, ഇന്ധനങ്ങൾ എന്നിവ വായുവിലോ ഓക്സിജനിലോ ജ്വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ആ റിയാക്ഷനിൽ എന്താ പുറത്തേക്ക് വിട്ടത്? എനർജി പുറത്തേക്ക് വിടുന്നു ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഹീറ്റിന്റെ ഫോമിൽ അല്ലെ താപത്തിന്റെ രൂപത്തിൽ എനർജി പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ജലം, നീറ്റ് കക്കയിൽ ജലം ചേർക്കുമ്പോൾ, നീറ്റ് കക്കയിൽ വെള്ളം ചേർക്കുമ്പോൾ കുമ്മായം ഉണ്ടാവും. അപ്പൊ കുമ്മായം ഉണ്ടാവുമ്പോഴും അവിടെ ചൂട്, അതായത് താപം സ്വതന്ത്രമാക്കപ്പെടുന്നു. താപം സ്വതന്ത്രമാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എനർജി പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ താപോർജ്ജത്തിന് പുറമെ വേറെ പല ഊർജങ്ങളും രാസപ്രവർത്തനത്തിനോട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അതായത് ഇപ്പൊ ആസിഡ് ചേർത്ത് ജലത്തിൽ കൂടെ വൈദ്യുതി കടത്തിവിടുകയാണെന്ന് വെച്ചോ. ഇപ്പൊ നമ്മളൊരു ജലത്തിൽ കുറച്ച് ആസിഡ് കലക്കി വെച്ചേക്കുക. ഇവിടെ ഒരു ബീക്കറിൽ ഇത് ജലം, ഇതിനകത്ത് നമ്മൾ ആസിഡ് മിക്സ് ചെയ്തു. അപ്പോൾ അതിൽ ഈ ആസിഡ് മിക്സ് ചെയ്ത് ഈ ജലത്തിൽ കൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യാണ്, വൈദ്യുതി കടത്തി വിട്ടു എന്ന് വിചാരിച്ചു. വൈദ്യുതി കടത്തി വിടുമ്പോൾ അത് ഹൈഡ്രജനും ഓക്സിജനും, വൈദ്യുതി വിശ്ലേഷണം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ആസിഡിൽ നമ്മൾ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഇവിടെ വൈദ്യുതി വിശ്ലേഷണം ഉണ്ടായി എന്ത് സംഭവിക്കും? അതായത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കും, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിശ്ലേഷിക്കും. ഇതിന് പുറമെ നമുക്കിപ്പോൾ ബാറ്ററിയിലൊക്കെ ഇങ്ങനെയല്ലേ? ആസിഡിൽ നമ്മളെ പുറമേക്ക് നമ്മളൊരു ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈദ്യുതി അതിപ്രവർത്തിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി. അത് ബാറ്ററി എന്ത് എനർജിയാണ് പുറത്തേക്ക് വിടുന്നത്? ഇലക്ട്രിക്കൽ എനർജിയാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ പലതരം രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് എനർജി വരും. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയും. ഫോട്ടോസിന്തസിസിൽ നമ്മൾ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നത്. അപ്പൊ ചിലതിൽ നമ്മൾ എന്താണ് വൈദ്യുതി അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലതിൽ നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, ചിലതിൽ നമ്മൾ ഹീറ്റ് എമിറ്റ് ചെയ്യുന്നു. അങ്ങനെ പലതരം രാസപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പ്രകാശോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ സിൽവർ ലവണങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വിശ്ലേഷണത്തിന് വിധേയമാകുന്നതാണ്. പ്രകാശം ആഗിരണം ചെയ്തിട്ടാണ് ഫോട്ടോഗ്രാഫിയിൽ ഈ തത്വമാണ് പ്രയോഗിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തു നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ, ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ഒന്നെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്യപ്പെടും. ഈ എനർജി എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യാം. അതുപോലെ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശോർജം, ഹീറ്റ് എനർജി അതായത് താപോർജം അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഫോമിലുള്ള എനർജീനെ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യും. എപ്പോൾ? ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ താപരാസപ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതായത് ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ താപം വിസർജിക്കപ്പെടുന്നു, താപം പുറത്തേക്ക് വിടും.
മനസ്സിലായോ? അങ്ങനെ താപം പുറത്തേക്ക് വിടുന്ന പ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനങ്ങൾ, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുന്നു. നമ്മൾ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ എന്ത് ഹീറ്റ് പുറത്തേക്ക് വിടുന്നു, താപം പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഈ താപം പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് താപമോചക. ആഗിരണം ചെയ്യുകയല്ല, പുറത്തേക്ക് വിടുന്നതിനെയാണ് താപത്തെ മോചിപ്പിച്ചു, പുറത്തേക്ക് സ്വതന്ത്രമായിട്ട് വിട്ടു. അത് താപമോചക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പൊ താപരാസ പ്രവർത്തനങ്ങളിൽ ഒന്നെങ്കിൽ താപം ആഗിരണം ചെയ്യപ്പെടുകയോ താപം പുറത്തേക്ക് വിടുകയോ ചെയ്യപ്പെടും, വിസർജിക്കപ്പെടുകയോ ചെയ്യപ്പെടും. അപ്പൊ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ചേർന്ന്, ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ആയിട്ട് ചേർന്ന് എന്തുണ്ടാകുന്നുണ്ട്? ജലമുണ്ടാകുന്നത് ഒരു താപമോചക പ്രവർത്തനമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതും, H2 പ്ലസ് O2 gives H2O പ്ലസ് ഹീറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ രണ്ട് മോളിക്യൂൾ, ഹൈഡ്രജൻ മോളിക്യൂളും ഓക്സിജൻ മോളിക്യൂളും ചേർന്ന് വാട്ടർ മോളിക്യൂൾ ഉണ്ടായപ്പോൾ പുറത്തേക്ക് എന്ത് വിട്ടു? ഹീറ്റ് പുറത്തേക്ക് വിട്ടു. അപ്പൊ ഇതെന്താണ്? അപ്പൊ ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് ഹീറ്റ് പ്ലസ് ഇത് ഇവിടെയാണ് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതെങ്കിൽ നമുക്കത് താപം അബ്സോർബ് ചെയ്തു. ഇത് നമുക്ക് കിട്ടിയ റിസൾട്ടാണ്. അതായത് H2O മോളിക്യൂളാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് താപമോചക പ്രവർത്തനമാണ്, അതായത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ രാസപ്രവർത്തനം നടക്കുമ്പോൾ താപം സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ താപശോഷക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എൻഡോതെർമിക്, ഇത് മാറിപ്പോകരുത്. താപമോചകം, താപം പുറത്തേക്ക് വിടുന്നത്. താപശോഷകം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് വിചാരിക്കുക. താപം സ്വീകരിക്കപ്പെടുന്ന, ആഗിരണം ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങളെ എന്ത് വിളിക്കുന്നു? താപശോഷക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ കാൽസ്യം കാർബണേറ്റ് വിയോജിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് താപം നൽകേണ്ടതുണ്ട്. അപ്പൊ താപശോഷക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് വിയോജിച്ച് കാൽസ്യം ഓക്സൈഡും, ഇത് കാൽസ്യം ഓക്സൈഡാണേ, ഇവിടെ ഇത് കാൽസ്യം ഓക്സൈഡ് എന്ന് എഴുതുക. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് നമ്മൾ എന്ത് കൊടുക്കണം? ഹീറ്റ് കൊടുക്കണം. അതിനെ എന്താണ് വിളിക്കുക? താപശോഷക പ്രവർത്തനം എന്ന് വിളിക്കും. അതായത് കാൽസ്യം കാർബണേറ്റ് വിയോജിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഹീറ്റ്, അതായത് കാൽസ്യം കാർബണേറ്റ് ഉണ്ട്, കാൽസ്യം കാർബണേറ്റിന്റെ കൂടെ നമ്മൾ ഹീറ്റ് കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അപ്പൊ ഇവിടെ കണ്ടോ, നമ്മൾ ഇതിന് ഹീറ്റ് കൊടുത്താലാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടുള്ളൂ. ഇവിടെയാണ് ഹീറ്റ് വരുന്നതെങ്കിൽ അത് താപമോചകമായിരിക്കും. ഇവിടെയാണ് കൊടുക്കുന്നതെങ്കിൽ, ഹീറ്റ് കൊടുത്താലാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതെങ്കിൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങൾ, അതായത് ഈ രണ്ട് കാൽസ്യം കാർബണേറ്റ് ഹീറ്റും കൂടി ചേർന്നാണ് ഇതിനെ അഭികാരകങ്ങൾ എന്ന് വിളിക്കും, റിയാക്റ്റൻസ് എന്ന് വിളിക്കും. ഇത് പ്രോഡക്ട്സ് ആണ്. അത് കഴിഞ്ഞ് കെമിക്കൽ റിയാക്ഷൻ നടന്ന് കിട്ടുന്ന വസ്തുക്കളെയാണ് നമ്മൾ പ്രോഡക്ട്സ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതെങ്കിൽ അത് താപം കൊടുത്താണ് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടുന്നത്. അവിടെ നമുക്ക് ഹീറ്റ് ഇല്ല. അപ്പൊ അതിന് താപശോഷക പ്രവർത്തനമാണ് എൻഡോതെർമിക് റിയാക്ഷൻ. ഇവിടെ എന്താ സംഭവിച്ചത്? ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് H2O വാട്ടർ മോളിക്യൂൾ ഉണ്ടായപ്പോൾ അതിന്റെ കൂടെ ഹീറ്റും കൂടെ പുറത്തേക്ക് വിട്ടു. കാര്യം മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ട് ഇത് താപമോചകമാണോ താപശോഷകമാണോ എന്ന് ചോദിച്ചാൽ, അല്ലെ എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ അറിഞ്ഞിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ഇത് തന്നെ പറഞ്ഞത്. ഇനി താപമോചക പ്രവർത്തനവും താപശോഷക പ്രവർത്തനവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? താപമോചക പ്രവർത്തനത്തിൽ താപം പുറത്തുവിടുന്നു, താപശോഷക പ്രവർത്തനത്തിൽ താപം ആഗിരണം ചെയ്യുന്നു. ഇനി താപമോചക പ്രവർത്തനത്തിൽ രാസമാറ്റം മുഖേന താപം പുറത്തുവിടുന്നു. ഇനി താപശോഷക പ്രവർത്തനത്തിൽ താപം ആഗിരണം ചെയ്യുന്നത് കൊണ്ട് മാത്രം രാസപ്രവർത്തനം നടത്തുന്നു. ഇനി താപമോചക പ്രവർത്തനത്തിലോ ആഗിരണം ചെയ്യപ്പെടുന്നതിന്റെ തുല്യ താപം എത്രയാണോ അബ്സോർബ് ചെയ്യുന്നത് അത്രയും തന്നെ താപം പുറത്തേക്ക് വിടുന്നു താപമോചകത്തിൽ. ഇവിടെ താപശോഷക പ്രവർത്തനത്തിൽ മോചിപ്പിക്കുന്ന തുല്യ താപം എന്ത് ചെയ്യുന്നുണ്ട്? ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. ഇനി പ്രകാശരാസപ്രവർത്തനം. അപ്പൊ താപരാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ താപം ആഗിരണം ചെയ്യുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്
താപരാസപ്രവർത്തനങ്ങൾ. അപ്പൊ പ്രകാശരാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശരാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഇപ്പൊ പ്രകാശം ആഗിരണം ചെയ്തും പുറത്തുവിട്ടും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് നമ്മൾ വിളിക്കുക? പ്രകാശരാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുക. എക്സാമ്പിൾ പറയുവാണ്, നമ്മുടെ ഹൈഡ്രജനും ക്ലോറിനും ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്, സൂര്യപ്രകാശത്തിൽ, ഈ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സംയോജിക്കുന്നു. ഇതിനെയാണ് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സംയോജിക്കുന്നു. അപ്പൊ ഫോട്ടോഗ്രാഫിക് ഫിലിം പ്രകാശത്തിൽ കാണിക്കുന്നു. ഈ ഫോട്ടോഗ്രാഫിക് ഫിലിം പ്രകാശത്തിൽ കാണിക്കുന്നു. പ്രകാശ സംശ്ലേഷണം, മിന്നാമിനുങ്ങുകൾ പ്രകാശിക്കുന്നത്, മഗ്നീഷ്യം കത്തുന്നത്. അപ്പം പ്രകാശ രാസപ്രവർത്തനത്തിന് ഉദാഹരണങ്ങളാണ്: ഒന്ന്, ഹൈഡ്രജനും ക്ലോറിനും സൂര്യപ്രകാശത്തിൽ സംയോജിക്കുന്നു. രണ്ട്, ഫോട്ടോഗ്രാഫിക് ഫിലിം പ്രകാശത്തിൽ കാണിക്കുന്നു. മൂന്നാമതായിട്ടുള്ളതാണ് പ്രകാശ സംശ്ലേഷണം. നാലാമതായിട്ടുള്ളത് മിന്നാമിനുങ്ങൾ പ്രകാശിക്കുന്നു. അഞ്ചാമതായിട്ടുള്ളത് മഗ്നീഷ്യം കത്തുന്നു. അപ്പൊ ഞാൻ ഇത് എക്സാമ്പിൾ പറയുന്നതിന്റെ കാര്യം, ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് തരം രാസപ്രവർത്തനമാണെന്ന് ചോദിക്കും. പ്രകാശ രാസപ്രവർത്തനമാണോ, താപരാസപ്രവർത്തനമാണോ, അങ്ങനെ ചോദിക്കും. അപ്പൊ എന്താണ്, നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ ഈ എക്സാമ്പിൾസ് എല്ലാം പഠിച്ചു വെക്കണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതുകൊണ്ട് ഹൈഡ്രജനും ക്ലോറിനും സൂര്യപ്രകാശത്തെ സംയോജിക്കുന്നു, പ്രകാശരാസപ്രവർത്തനം. ഫോട്ടോഗ്രാഫിക് ഫിലിം പ്രകാശത്തിൽ കാണപ്പെടുന്നു, പ്രകാശത്തിൽ കാണിക്കുന്നു, പ്രകാശരാസപ്രവർത്തനം. പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് പ്രകാശരാസപ്രവർത്തനം. മിന്നാമിനുങ്ങൾ പ്രകാശിക്കുന്നത് പ്രകാശരാസപ്രവർത്തനം. അതുപോലെ മഗ്നീഷ്യം കത്തുന്നതും ഒരു പ്രകാശ രാസപ്രവർത്തനം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് വൈദ്യുത രാസപ്രവർത്തനം, അതായത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. അതായത് രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ എന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നു. അതായത് വൈദ്യുതി ഉപയോഗിച്ചുള്ള ജലത്തിന്റെ വിഘടനം, അത് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. വൈദ്യുതി ഉപയോഗിച്ചുള്ള ജലത്തിന്റെ വിഘടനം, വൈദ്യുത വിശ്ലേഷണം. എല്ലാ വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനങ്ങളും, എല്ലാ തരം സെല്ലുകൾ, ബാറ്ററി അല്ലെങ്കിൽ സെല്ലുകളുടെ പ്രവർത്തനം എല്ലാം വൈദ്യുത രാസപ്രവർത്തനമാണ്. അപ്പോൾ ഏത് തരം പ്രവർത്തനമാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം, വൈദ്യുതി ഉപയോഗിച്ച് ജലത്തിന്റെ വിഘടനം, എല്ലാ വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനങ്ങളും, എല്ലാത്തരം ഗാൽവാനിക് സെല്ലുകളും. ഇനി വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വൈദ്യുത വിശ്ലേഷണം? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ്. ആ വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാക്കപ്പെടുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ആസിഡ് വെച്ചു, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ഉണ്ടായെന്ന് പറഞ്ഞു. ആനോഡിലും കാഥോഡിലും ഹൈഡ്രജനും ക്ലോറിനും ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന ആസിഡാണ് ഇലക്ട്രോലൈറ്റ്. ഇതിനാണ് രാസമാറ്റം സംഭവിച്ചത്. നമ്മൾ വൈദ്യുതി കൊടുത്തപ്പോൾ രാസമാറ്റം സംഭവിച്ചത് ഈ ആസിഡാണ്. അപ്പൊ ഈ ആസിഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇലക്ട്രോലൈറ്റുകൾ എന്ന് വിളിക്കും. ഇലക്ട്രോലൈറ്റിൽ നിന്നാണ് ഹൈഡ്രജനും ക്ലോറിനും ഒക്കെ ഉണ്ടായത്. മനസ്സിലായോ? അപ്പൊ അതാണ് ഇലക്ട്രോലൈറ്റ്. ഇനി സോഡിയം ക്ലോറൈഡ്, ഉപ്പ്, കോപ്പർ സൾഫേറ്റ്, CuSO4. സോഡിയം ക്ലോറൈഡിന് നമ്മൾ എന്തെന്ന് എഴുതും? NaCl. കോപ്പർ സൾഫേറ്റിനെ ആണെങ്കിൽ CuSO4. സിൽവർ നൈട്രേറ്റിനെ ആണെങ്കിൽ AgNO3. ഇതെല്ലാം ഇലക്ട്രോലൈറ്റുകളാണ്. അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്തിന് ഉദാഹരണമാണ്? ഇലക്ട്രോലൈറ്റിന് ഉദാഹരണമാണ്. കോപ്പർ സൾഫേറ്റ് ഇലക്ട്രോലൈറ്റിന് ഉദാഹരണമാണ്. സിൽവർ നൈട്രേറ്റ് ഇലക്ട്രോലൈറ്റിന് ഉദാഹരണങ്ങളാണ്. ഇനി ആസിഡ്, ആൽക്കലികൾ, ലവണങ്ങൾ, ഇതെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും ഇലക്ട്രോലൈറ്റുകളാണ്. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ. മനസ്സിലായോ? ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ ഇവയെല്ലാം, സോൾട്ട് അതാണ് ലവണം. ആസിഡ്, ആൽക്കലി, ലവണങ്ങൾ ഇവയെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന അവസ്ഥയിലും എന്താണ്? ഇലക്ട്രോലൈറ്റുകളാണ്. അപ്പോൾ ഒരെണ്ണം ആസിഡ് ആണെങ്കിൽ ആൽക്കലിയും ലവണങ്ങളും ഒക്കെ ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും ഇലക്ട്രോലൈറ്റുകളാണ്. ഇനി ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധപ്പെട്ട ദണ്ഡുകളെ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ വൈദ്യുതി കടത്തിവിടുമ്പോൾ ബാറ്ററിയുടെ എൻഡുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇലക്ട്രോണിൽ ഇങ്ങനെ രണ്ട് ദണ്ഡുകൾ ഉണ്ടായിരിക്കും.
ആനോഡെന്നും കാഥോഡെന്നും പറയും. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്? ഈ ദണ്ടുകളെ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നു. ഇനി അടുത്തത് വൈദ്യുത ലേപനമാണ്. അതായത് വൈദ്യുതി കടത്തിവിട്ട് ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം പൂശുന്നതിനെയാണ് വൈദ്യുത ലേപനം എന്ന് പറയുക. അപ്പൊ വൈദ്യുതി ലേപനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം വൈദ്യുതി കടത്തിവിട്ട് പൂശുന്നതിനെയാണ് വൈദ്യുത ലേപനം എന്ന് പറയുക. അപ്പൊ വൈദ്യുത ലേപനം വൈദ്യുത രാസപ്രവർത്തനങ്ങളാണ്. വൈദ്യുത ലേപനം എന്ന് പറയുന്നത് വൈദ്യുത രാസപ്രവർത്തനമാണ്. അപ്പൊ വൈദ്യുത ലേപനം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങള് ഗോൾഡ് കവറിങ് ആഭരണങ്ങള്, സ്റ്റീൽ ഉപകരണങ്ങളിൽ ക്രോമിയം പൂശുന്നു. എന്തിനേലും ഓർണത്തിൽ വേറെ ഒരു ലോഹം പൂശുന്നു എന്ന് പറഞ്ഞാൽ അത് വൈദ്യുത ലേപനമാണ്. ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുന്ന പാത്രം ടിന്നാവരണം പൂശുന്നു. ഇതൊക്കെ വൈദ്യുത ലേപനത്തിന് ഉദാഹരണമാണ്. ഈ ലോഹനാശം തടയുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ പ്രകാശം, വൈദ്യുതി എന്നീ ഊർജ രൂപങ്ങൾ കൈമാറ്റപ്പെടുന്നു. അപ്പൊ ലോഹനാശനം തടയുന്നതിനായി തടയുന്നതിനായിട്ട് നമ്മൾ പ്രകാശം, വൈദ്യുതി എന്നീ ഊർജ്ജ രൂപങ്ങൾ ആഗിരണം ചെയ്യുകയും പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്യാറുണ്ട്. ഇനി ഏതൊരു രാസപ്രവർത്തനം നടക്കുമ്പോഴും ഊർജ്ജമാറ്റം നടക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലായില്ലേ? ഏത് കെമിക്കൽ റിയാക്ഷൻ നടന്നാലും ഈ എനർജിയുടെ ഒരു മാറ്റം, ഊർജ്ജമാറ്റം നടക്കുന്നുണ്ട്. അപ്പൊ ഊർജ്ജം ആഗിരണം ചെയ്ത് രാസപ്രവർത്തനങ്ങളെ ഊർജ്ജ ആഗിരണ പ്രവർത്തനങ്ങൾ, എൻഡോർജനിക് റിയാക്ഷൻസ് എന്നും, ഊർജം പുറത്തേക്ക് വിടുന്ന പ്രവർത്തനങ്ങളെ ഊർജ മോചക പ്രവർത്തനങ്ങൾ എന്നും, അതായത് ഇത് സ്പെല്ലിങ് തെറ്റാണ്, എക്സോ എർജിക്, എനർജി പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്, എക്സോ എർജിക് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നു. എൻഡോ എന്ന് പറഞ്ഞാൽ ഊർജം ആഗിരണം ചെയ്യുന്നു, എക്സോ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്. എക്സോ എർജിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഊർജം പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ്. അപ്പൊ അതാണ് താപമോചക പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഊർജമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി വിവിധ തരം സെല്ലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വ്യാപകമായി ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളാണ് സെല്ലുകൾ, അല്ലെ? നമുക്കറിയാം സെല്ല് അല്ലെങ്കിൽ ബാറ്ററി. ഇവ ഉപയോഗിച്ച് രാസപ്രവർത്തനത്തിലൂടെ നമ്മൾ ബാറ്ററി എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ഓർത്താൽ മതി. സെല്ല് എന്തിനാ ഉപയോഗിക്കുന്നത്? വൈദ്യുതി നിർമ്മിക്കാനായിട്ടാണ്. അപ്പൊ ഈ വൈദ്യുത ഊർജ്ജം നിരവധി ഇലക്ട്രിക് ഉപകരണങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് സഹായിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ബാറ്ററി ഉപയോഗിച്ച് ഒരുപാട്, നമ്മുടെ മൊബൈൽ ഫോൺ മുതൽ ഒരുപാട് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഈ ബാറ്ററി ഉപയോഗിച്ച്, അല്ലെ സെല്ല് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിൽ പലതരത്തിലുള്ള സെല്ലുകളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ഡ്രൈ സെല്ല് എന്തിനാ ഉപയോഗിക്കുന്നത്? റേഡിയോകളിൽ, ക്യാമറയിൽ, ക്ലോക്ക്, കളിപ്പാട്ടം ഇതിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. മെർക്കുറി സെല്ല് വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, കളിപ്പാട്ടങ്ങൾ. നിക്കൽ കാഡ്മിയം സെല്ല് റീചാർജ് ചെയ്യാവുന്ന ടോർച്ചിൽ ഉപയോഗിക്കുന്നത് ഏത് തരം സെല്ലാണ്? നിക്കൽ കാഡ്മിയം സെല്ല് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്യാമറയിൽ ഉപയോഗിക്കുന്നത് നിക്കൽ കാഡ്മിയം സെല്ലാണ്. വാച്ചും ക്യാമറയൊക്കെ കുറച്ച് കോമൺ ആയിട്ടുള്ളതാണ്. ദെൻ ലിഥിയം അയോൺ സെല്ല് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത്, കണ്ടോ? മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ലിഥിയം അയോൺ സെല്ല്. ഈ നിക്കൽ കാഡ്മിയം സെല്ലും ലിഥിയം മറ്റതും പഠിച്ചു വെക്കണം. പക്ഷേ നിക്കൽ കാഡ്മിയം റീചാർജ് ചെയ്യാവുന്ന ടോർച്ച് ഓർത്തിരിക്കുക. റീചാർജ് ചെയ്യുന്ന ടോർച്ച് മാത്രമല്ല, റീചാർജ് ചെയ്യാവുന്ന ഉപകരണങ്ങളിൽ. അതുപോലെ ലിഥിയം അയോൺ സെല്ല് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നത് ലിഥിയം അയോൺ സെല്ലാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ രാസപ്രവർത്തനം നിത്യജീവിതത്തിൽ നിന്നുള്ള, അതായത് ഡെയിലി ലൈഫിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, രാസമാറ്റം നടക്കുമ്പോൾ വൈദ്യുതി ആഗിരണം ചെയ്യപ്പെടുന്നതും അതുപോലെ താപം ആഗിരണം ചെയ്യപ്പെടുന്ന, ലൈറ്റ് ആഗിരണം ചെയ്യുന്ന എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. പിന്നെ ഈ താപമോചക പ്രവർത്തനം, താപശോഷക പ്രവർത്തനം മിക്കവാറും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു റിയാക്ഷൻ തന്നിട്ട് ഇത് താപം ആഗിരണം ചെയ്യുകയാണോ താപം മോചിപ്പിക്കുകയാണോ എന്നൊക്കെ പറയാറുണ്ട്. നമുക്കത് ലൈവില് PYQ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ തിയറി ആയിട്ട് നമുക്ക് ഇത്രയാണ്. ഈ രാസമാറ്റം എന്താ, ഭൗതിക മാറ്റം എന്താ, ഇതിലേതാണ് രാസമാറ്റത്തിന് ഉദാഹരണം, ഇതിലേതാണ് ഭൗതിക മാറ്റത്തിന് ഉദാഹരണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രാസപ്രവർത്തനം നിത്യജീവിതത്തിൽ പദാർത്ഥങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന പല മാറ്റങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും അതായത്
താപമോചകം അല്ലെങ്കിൽ താപശോഷക പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ താപരാസപ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ പ്രകാശ രാസപ്രവർത്തനങ്ങളുണ്ട്, വൈദ്യുത രാസപ്രവർത്തനങ്ങളുണ്ട്, പ്രധാനമായിട്ടൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കാണാം, അടുത്ത ടോപ്പിക്കുമായിട്ട്. ഇത് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക, ഇതിലുള്ള എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രി ടോപ്പിക്കാണ്. ഓക്കെ, വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.